ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മടവനാടിൽ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നാഷണൽ പാർക്കിൻ്റെ ഷാർജ നാഷണൽ പാർക്കിൻ്റെ കേട്ടോ ഫ്രണ്ടിലാണുള്ളത്. ഞങ്ങളിതേ ആ ഏരിയ ഉണ്ടോ അവിടെയാണ് 10K സെലിബ്രേഷനായിട്ട് കേക്ക് കിട്ടിയത്. അതായത് അന്ന് ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ഓപ്പൺ ആണ് കേട്ടോ. 4 മണി കഴിഞ്ഞ്. എന്നിട്ട് ഭയങ്കര ചൂടാണ്. നേരെ നോക്കി നടക്കുമ്പോളെ അതുകൊണ്ട് ഇച്ചായും ഇവാനിയും ഉണ്ട് അവിടെ. ടിക്കറ്റ് എടുക്കണം കേട്ടോ. 2 dirhams ഉള്ളു. അതിവിശാലമായ പാർക്കാണ്, അതുകൊണ്ട് നമുക്ക് നഷ്ടബോധമൊന്നുമില്ല. വേണ്ടേ ഷാർജ നാഷണൽ പാർക്ക്. ഹായ്, ഈ ട്രെയിൻ വർക്ക് ചെയ്യുന്ന ആൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അന്ന് വന്നപ്പോൾ ഇത് ഓണമല്ലായിരുന്നു. ട്രെയിൻ വരുന്നേ, നമ്മൾ വന്നത് നല്ല സമയത്താണ്. നോക്കട്ടെ ഇത് എങ്ങോട്ടാ പോകുന്നേന്ന്. ആഹാ, അടിപൊളി. ഇതെവിടെ കൊണ്ടുപോകുന്നാലും നമ്മൾ വന്നപ്പോൾ ട്രെയിൻ ഇറങ്ങിപ്പോയല്ലോ. അന്ന് വന്നപ്പോൾ ആ ട്രെയിൻ വർക്കല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. എന്താ ട്രെയിൻ പോയത്? ബാറ്ററിയോ? ഇത് നിങ്ങളുടെ കളിപ്പാട്ടമല്ല. അതവിടെ കൊണ്ടിട്ട് ചിലപ്പോൾ വളച്ചിങ്ങോട്ട് വരുമായിരിക്കും. ബാ, അവിടെ സിസ്റ്റം എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇഷ്ടം വരും. ഈ വെയിലായണ്ടേ മോളെ. ഓക്കെ, നല്ല ഹരിതാവും പച്ചപ്പുമാണ്. നല്ല ചൂടാണെങ്കിലുണ്ട്. ഏത് കൂട്ടിനകത്തൊന്നും ഒന്നുമില്ല. ഭയങ്കര ചൂട് മോളെ. ഈ വെയിലത്ത് നമ്മൾ നേരെ പോയാൽ പ്രശ്നമാണ്. നമുക്ക് ഇതുവഴി അങ്ങനെ നടന്നാലോ? അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ സൈഡിലല്ല, അങ്ങ് കുറേ കടലാസ് പൂവൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. എന്താ മോളെ? മൈന. വേണ്ട മരത്തിൽ മൈന ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറന്ന് ആണാണ് പൂച്ചയ്ക്ക് വെച്ച് കൊടുത്തേ. ഇനി ബാ. ആ ചൂടിനകത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് ചൂടില്ലെന്നല്ല, എന്നാലും ഇപ്പോൾ വെയിൽ പോകുമ്പോൾ നല്ല സുഖമായിരിക്കും ഇവിടെ ഇരിക്കാൻ, കാറ്റും കൊണ്ട്. ഈ മരത്തണൽ കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. റൂമിനകത്ത് ഇരുന്നിട്ടേ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എന്ത് ആശ്വാസം. ഇത് ഏത് മരമായത്? പുളിമരമാണോ? വേപ്പ് വേണ്ട, വേപ്പ്. നല്ല കിളികളുടെ കളകളാരവം മുഴുവന്ന്. വെയിലത്തുനിന്ന് മാറി ഓടിക്കോ. ആയിഷാനിക്കോട്ടെ, വെയിലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടോ. ഓ, തൊട്ടപ്പുറത്ത്, കുറച്ചപ്പുറത്താണ് കേട്ടോ. എയർപോർട്ടായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത്, ടേക്ക് ഓഫ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാം. ഫ്രണ്ടിൽ കൂടെ വരുവാണെങ്കിൽ അങ്ങനെ വരായിരുന്നു കേട്ടോ. നല്ല ചൂട്. അപ്പോൾ ഫോൺ അടിച്ച് വീഡിയോ എടുക്കാനും പറ്റത്തില്ല, പിന്നെ ഫോണും ചൂടാവാൻ നമുക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഇവാനി ഒരു മരത്തണലിൽ നിന്ന് ചാടി പോകുന്നുണ്ടോ. മരത്തണൽ നോക്കി നല്ല വിശാലമായിട്ട് കിടക്കുന്ന പാർക്കാണ് കേട്ടോ. ഞങ്ങൾ മുമ്പ് ഒരിക്കലും വന്നിട്ടുണ്ട്. 2 തവണ വന്നു. ഒരു തവണ അകത്ത് കയറാൻ പറ്റിയില്ല 10K സെലിബ്രേഷൻ്റെ ദിവസം. അതിന് മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഞങ്ങൾ പാർക്കിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. ഇനി വരുമ്പോൾ ആകട്ടെ എന്ന് വിചാരിച്ചു. ആ ട്രെയിൻ തിരിച്ചു വന്ന് കണ്ട. ആ ട്രെയിൻ തിരിച്ചു കൊണ്ടിട്ട്, ആ ട്രെയിൻ കറക്കി എടുത്ത് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇന്ന് പറ്റുവാണെങ്കിൽ അതിനകത്ത് കയറണം. ഇതുണ്ടോ, ഇത്രയും എന്ത് പാഴോട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. ഇതാ നല്ല ഭംഗിയുണ്ട്. പൂ നിൽക്കുന്നുണ്ടോ, മഞ്ഞപ്പൂ. ഇത് ഇവിടെ ഫുള്ള് കടലാസ് പൂവാണ് കേട്ടോ. ഇവേ ഓടി അവിടെ റൈഡിൻ്റെ അടുത്ത് എത്തി. നല്ല ചൂടായിരിക്കും. വാ കൂട്ടാ. വെയിലത്ത് അങ്ങ് മാറിക്കോ മോളെ. അതുകൊണ്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. ഇശാനിക്കുട്ട മമ്മയുടെ കൂടെ വരാതെ കളിക്കുന്നിടത്തോട്ട് പോയി. ചേച്ചി ഇത് അങ്ങോട്ട് പോയി. എനിക്ക് തോന്നുന്നു ഞങ്ങളാ ഇവിടെ ആദ്യം വന്നേന്ന് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ചായക്കുന്ന നൈറ്റ് ഷിഫ്റ്റാണ്. പിള്ളേർ വരുവാടാ. അവരേ വെയിലൊക്കെ താന്നിട്ട് വരും. നമ്മുടെ കണക്കല്ല അവർ. നമ്മൾ പിന്നെ വെയിലും ഇതൊന്നും ഭാഗം വെക്കാഞ്ഞ് വന്നില്ല. ഫോൺ ചൂടായാലേ പണി കിട്ടും.
ഫോൺ ഓഫാക്കാം, പിന്നെ എഴുതി കാണിക്കും. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ആ പിള്ളേരൊക്കെ ഇപ്പോൾ വരുവടാ. ഇതാ ഇത് കണ്ടോ, മാഞ്ചിയാണ് കേട്ടോ, മാഞ്ചിയം. ആഹാ അടിപൊളി. ഇതോ ഈന്തപ്പഴം പിടിച്ചിരിക്കുന്നുണ്ടോ, സൂപ്പർ. അന്ന് ഞാൻ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈത്തപ്പഴം, പക്ഷെ അത് ഈ പഴുക്കുന്ന പരുവത്തിലല്ല ഞാൻ ആ വീഡിയോക്കകത്ത് കാണിച്ചത്. അത് ചെറുതായിട്ട് കിളിച്ച് വന്നേളായിരുന്നു. ഇത് നല്ല പഴുത്ത പരുവം കേട്ടോ, സൂപ്പർ. ആഹാ താഴെയും കിടപ്പുണ്ട് കേട്ടോ. ഏതാ? ആ നെല്ലിക്കാമരം. ഇവിടെ താഴെ ഈന്തപ്പഴം കിടക്കുന്നുണ്ടോ അയച്ചാ? അയ്യേ അത് കടിച്ചൊക്കെ ഇട്ടേക്കോണെന്ന്, കിളിയൊക്കെ പറക്കി തിന്നാൻ പാകത്തിനല്ല. ഇപ്പോഴും കടിച്ചിടുന്നു കേട്ടോ ഇതിനകത്തുനിന്ന്. എന്ത് വേണോ എന്തോ കിളി കണ്ടില്ല, എന്തിയേ കണ്ണി പിടിക്കുന്നില്ല. ആ ഇത് നെല്ലിക്കാമരം അല്ലേ? എടാ നീയാണോ? നമ്മുടെ അണ്ണാൻ എന്താ കുഴപ്പം? മൈന ഈ വാനിയേ ആ ചൂട് സമയത്ത് ആ റൈഡിൽ കയറാൻ പോയി. എവിടെ? ഇല്ല, ആ ഭാഗത്ത് നമ്മളൊന്നും പോയില്ല. എന്ന് വെച്ചാൽ എവിടെ ചുറ്റി തീർക്കും. നമ്മൾ ഇവിടുന്ന് അങ്ങ് അറ്റം വരെ പോയായിരുന്നു. വാ എവിടെയെങ്കിലും കൊണ്ടാ താത്ത് വയ്ക്കാമല്ലോ വെച്ചാൽ, തണലുള്ളടുത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കാം തൽക്കാലം. ഇവിടെയൊക്കെ തണലുണ്ട്. അന്നേ അങ്ങുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടംപോലെ കടലാസ് പൂ പിടിച്ചിരിക്കുമല്ലായിരുന്നോ? എനിക്ക് വന്ന് ആ പൂവെല്ലാം പോയിട്ടേ കുടം പോലെ ആ ചെടി മാത്രമേ ഉള്ളൂ ഇപ്പം. ഞാൻ ആ പൂവൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ഫുള്ള് മാഞ്ചിയാണ് കേട്ടോ ഇവിടെ. കാക്ക ചീലാന്തി ഉണ്ട് കേട്ടോ, ചീലാന്തി ഇരിക്കുന്നുണ്ടോ? ഫ്ലൈറ്റ് ഖത്തർ എയർവേസ്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അടുത്താണ് ഷാർജ എയർപോർട്ടെന്ന്. അതാണത് തൊട്ടടുത്ത് വിടാൻ പോകുന്നത് കണ്ടോ. ഇതിപ്പോൾ ഇവിടെ ഒരിടത്ത് മാത്രമല്ല കേട്ടോ ഈ റൈഡൊക്കെ. ഇവിടെ ഒരു 3-4 ഇടത്തുണ്ട്. അങ്ങോട്ടും പോകണം. അത് പക്ഷേ കുറച്ച് ഈവനിങ് ആയി, വെയിലെല്ലാം ഒന്ന് പോട്ടെ എന്നിട്ട് കാണിക്കാം. ഈ വെയിലത്ത് അങ്ങ് വരെ പോകാൻ പറ്റത്തില്ല. ഇവിടെ ഫുൾ വലിയ പാർക്കാണ്, വലിയ പാർക്ക്. അതാ നമ്മുടെ ചീലാന്തി, നമ്മുടെ നാട്ടിലെ എല്ലാം. ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടല്ലെന്ന് തോന്നത്തില്ല. കാലം കാക്കയെന്ന് പോണിച്ച് ചീലാന്തി. ഈശാനിക്കുട്ടൻ എന്തിയേ? നമുക്ക് എവിടെയെങ്കിലും ഇരിപ്പുറപ്പിക്കയച്ച. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ആ ഇതില്ലയോ, ഈ ചീലാന്തിയുടെ കായ കണ്ടോ എത്ര വലുതാണെന്ന് നോക്കേ. കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ മൂക്കുത്തി എന്നൊക്കെ പറഞ്ഞ് കളിക്കും, പക്ഷെ ഇതൊക്കെ ഇത്ര വലുതാ. ഇവിടുത്തെ കായൊക്കെ വലുതാ. ബാക്കി കുറച്ച് വെയിൽ താന്നിട്ടൊക്കെ കാണിക്കാം കേട്ടോ. ഭയങ്കര ചൂട്, അന്യായ ചൂട്. ഇനി ആ വെയിലത്ത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാരാ ഇത്? കുറച്ച് വെയിൽ താന്നിട്ടോ. വായിശാനിക്കുട്ടാ. ആരോടാ? എന്നാ പോയി കളിക്ക്. ഓ എവിടെയും കളി. ഞങ്ങളിവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വെയിലത്തോട്ട് പോവല്ലേ. എവിടെ? കയ്യെത്തുന്നിടത്ത് ഈന്തപ്പഴം കാണോ ശാനിക്കുട്ടാ? ഈന്തപ്പഴം കയ്യെത്തുന്നിടത്ത്. ഓ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. മുകളിൽ നിൽക്കുന്നതൊക്കെ കണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം. അങ്ങനെ തൊട്ടുവിടാൻ മോനെ. ചീറ്റമ്മ എത്തി കാണിക്കണ്ട. അങ്ങനെ പിടിക്കണ്ട കേട്ടോ, ചുമ്മാ തൊട്ടാ മതിയേ. ഒന്ന് തൊട്ട് വയ്ക്കും. ആ ചൂടില്ല, ചൂടുണ്ടായിട്ടല്ല, അത് അവരിങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നില്ലയോ. നമ്മളൊന്ന് തൊട്ട് ചീത്തയേക്കണ്ടെന്ന് വെച്ചിട്ടാ. കൊഴിഞ്ഞു പോയാലോ. അപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്തൊരു കൊല്ല താഴെ നിൽക്കുന്നു കേട്ടോ. ഇന്നലെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, സൂപ്പർ. അടിപൊളി. വെയിലിൻ്റെ ഒരു ഇത് കണ്ടോ, ഇവിടെ ഇതുപോലെ തന്നെ താഴെ നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഈ പൊക്കത്തിലാണ് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടാണ് കേട്ടോ ഈ താഴത്തത്. അടിപൊളിയായിട്ട് കിട്ടും. നല്ല രസമുണ്ട്. കൊല കുത്തിയിരിക്കുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവർ ഇതിനകത്ത് നെറ്റൊക്കെ ഇടും കേട്ടോ. അടിപൊളി. മുന്തിരിക്കൊല പോലെ ഉണ്ട്. ഒരു
ഉണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. ഷാനി ഹായ്. ഇവ ഹായ്. ശനി വെയിലടിച്ച് മുഖമൊക്കെ ചുമന്നു. കളയരുത്. വെള്ളത്തിന് ചിപ്സ് വായി വെച്ചുതരാൻ വന്നേന്നു. പണ്ടേ ഇവ ഞങ്ങളുടെ കൊച്ചുറാജില്ലേ ഈ ചീലാന്തിക്കകത്തുനിന്നേ ഇല വെച്ച് പീപ്പി ഉണ്ടാക്കുമായിരുന്നു. പീപ്പീന്ന് സൗണ്ട് കേൾക്കും. അവിടുത്തെ കണക്കുള്ള ഇല അല്ലേ ഇത്? കണ്ടിട്ട് മാറ്റമൊന്നുമില്ലല്ലോ. എന്തേലും ഇച്ചിരി വ്യത്യാസം കാണും. വേറെ രാജ്യത്തിൻ്റെതായ വ്യത്യാസം കാണും. ആവോ നോക്ക്. ആ ഇങ്ങോട്ട് വന്നേ, വാ അടുത്തോട്ട് വാ. കേട്ടോ വാ, സൗണ്ട് കേട്ടോ? ഇവയുടെ സന്തോഷം ഇവരൊന്നും കണ്ടിട്ടില്ലല്ലോ. ആ ശരി. കാക്കക്കുഞ്ഞാന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. കാക്കടയിൽ നിന്ന് കൊത്തുവിട്ടാണ് അതാ വരുന്നത്. കാക്കയൊക്കെ മോളിൽ കൂടെ എനിക്കായിരിക്കും ആദ്യം. ഞാൻ കറുപ്പിട്ടോണ്ട് നടക്കുന്നുണ്ട്, എനിക്കായിരിക്കും ആദ്യം കൊത്തിവിട്ടുന്നത്. കാക്കക്കുഞ്ഞ ഇതുങ്ങളിങ്ങനെ ഇരുന്നാലും മതി, നമ്മളെ തലയെ ചുറ്റി അടിച്ച് കൊത്തും. അതറിയാവോ? നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു കമ്പം കറക്കി ഇങ്ങനെ നടക്കും. ബാ ആള് വന്നു തുടങ്ങിയില്ല കേട്ടോ. എല്ലാവരും 5 മണി 6 മണി കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളായിരിക്കും. ഈ വെയിലെല്ലാം പോയിട്ടേ നമ്മളല്ലേ ഉള്ളു ഇങ്ങനെ നടക്കുന്നേ. വെയിലെന്നോ അങ്ങനെ ഇവിടുന്ന് ഫാണ്ടക്കെട്ടൊക്കെ ആയിട്ട് എൻ്റെ ബാഗ് 2 ബാഗ് എൻ്റെ തോളിലുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നടക്കുവാണ്. ഇപ്പം ഈ ഒരു ഏരിയയിലാണ്, പ്ലേയിങ് ഏരിയയിലായിരുന്നു നമ്മൾ ഇരുന്നത് കേട്ടോ. ഇവിടെയാണ്. ഇതെന്താ വെച്ചാൽ ഇത് നാട്ടിലെ പനയല്ലേ, പൂത്തിരിക്കുന്ന നോക്കി. നാട്ടിലെ പനയാണ് കേട്ടോ ഇത്. പോലെ അങ്ങ് പോയിരിക്കുന്നു. ആ സൂക്ഷിച്ച് നടക്കണം. ഇവിടെ ഒരു ലൈൻ ഫുള്ള് പൂവാണ് കേട്ടോ. വെയിലിൻ്റെ ഒരു ഇതുകൊണ്ട് കാണാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. ഇങ്ങോട്ട് മാറൂട്ടാ. ഇതിലിരുന്ന് ഇവിടെ മൊത്തം ചുറ്റിക്കാണാം. ഇതിൽ കയറിപ്പോയാൽ ഫ്രീ ആയിട്ട് ഞങ്ങളെയും കൂടെ ഒന്ന് കയറ്റിയിരുന്നെങ്കിൽ ഞങ്ങളത് വഴി ചുറ്റി കാണാമായിരുന്നു. ഇതുണ്ടോ പരക്കെ കിടക്കുവാണോ? ആ അവിടെയും താഴെ ഈന്തപ്പഴം. ആഹാ, അത് മഞ്ഞ കളർ നല്ല അടിപൊളിയായിട്ട് താഴെ. ഇവ ഇഷ അതോ ഈന്തപ്പഴം. പഴുക്ക് വിട്ട് വരുന്നില്ലേ? താഴെ കിടപ്പുണ്ടല്ലോ. നീ താഴെ കിടക്കുന്ന ഒരു കൊലയൊക്കെ പിച്ചല്ലേ കേട്ടോ.
ഇങ്ങോട്ട് തിരിഞ്ഞേ. നീ എന്തിനാ പിച്ചിയത്? പിച്ച അതിനകത്ത് പോയി ഒരെണ്ണം പിച്ചി എടുത്തു കേട്ടാ. കൊള്ളാട്ടോ. ഒരു കറ പറ്റുന്നുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. കൊള്ളാട്ടോ, ഇരിക്കുന്ന സാധനം ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ എങ്ങനെ ആയാലും ടേസ്റ്റ് ഉണ്ട്. എനിക്കും ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ. ഇയാൾക്കൊന്നും തിന്നണ്ട, എല്ലാം കുഞ്ഞാവയ്ക്ക് കൊടുക്കുന്നതാണ്. അന്ന് നമ്മളൊന്ന് ആ ഷോപ്പ് ഉണ്ടായിരുന്നോ? ആ ഷോപ്പ് ഉണ്ടായിരുന്നോ അന്ന്? ഓ, നമ്മൾ ഈ ഏരിയ കൂടെ അല്ല, നമ്മൾ ഇവിടുന്ന് കുറച്ച് അങ്ങ് നടന്ന് അങ്ങോട്ട് പോയത്. ഏത് തീവണ്ടി? അവ തീവണ്ടി ഒന്നും അല്ല. എന്തേ? ഓ, അവിടെ കിടക്കുന്ന അങ്ങില്ലയോ? ഓക്കെ ഓക്കെ മോളെ, അത് പക്ഷെ വർക്കല്ലെന്ന് പറഞ്ഞ് അവരെ ഓടിച്ച് നോക്കിയതാ, എന്തോ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. കയറാൻ പറ്റത്തില്ല ഇന്ന് തീവണ്ടിക്ക്. അത് പിന്നെ ഒരിക്കൽ വരുമ്പോ അത് ഓടിച്ച് നോക്കിയതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇറക്കി അവരെടുത്ത്. ഇവിടെ നമ്മൾ നടന്ന് അങ്ങെത്തിയിട്ട് തിരിച്ച് നീ എങ്ങനെ നടക്കുമെന്തോ. അയ്യോ. ആ, ഇവിടെ ഒരു കഫറ്റേരിയ ഉണ്ട് കേട്ടോ, പാർക്ക് കഫറ്റേരിയ. പാർക്കിൽ ഇവിടെ എല്ലാം താഴെ വീണ് കിടക്കുന്ന നോക്കി ഈന്തപ്പഴം. ഇതേ കുറച്ച് കഴിയുമ്പോൾ ഇവർ നെറ്റ് ഇടത്തില്ലേ ഇതിനകത്തൊക്കെ? നെറ്റ് ഇടത്തില്ലേ? ഇല്ലല്ലയോ, ഞാൻ നേരത്തെ വീഡിയോയിൽ ഇതൊക്കെ നെറ്റ് ഇടുമെന്ന് പറയും. കടലാസ് അന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ സമയത്ത്. കടല ഇവിടെ വരുമ്പോ അതാണ് ഇത്രയും നേരം നിന്നു. വെയിലിൻ്റെ അത് വീഡിയോ എടുക്കാനായിട്ട് ക്ലാരിറ്റി വരുന്നില്ല. അവിടെ ഭയങ്കര ഇതുണ്ടോ, ഇതാണിപ്പ നിലവിലിപ്പം. ഇവിടെ വന്നാൽ സത്യത്തിൽ പോകാൻ തോന്നത്തില്ലല്ലേ, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഇതിനകത്തെല്ലാം നമ്മുടെ കടലാസ്. ഒരാൾ നടന്ന് വയ്ക്കാന്ന് പറഞ്ഞ് ചെരുപ്പ് ഒരു കൈ പിടിച്ചിട്ടെ, ഇശാനയുടെ ചെരുപ്പും ഊരിയിട്ടേക്ക്. അപ്പുറത്തെ സൈഡിൽ എന്താ വെച്ചാൽ അപ്പുറത്തെ സൈഡിൽ മല പോലെ കിടപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ തവണ ആ സൈഡിൽ കൂടെ വന്നേ. അതായത് അന്നേരം അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആ പാർക്ക് അവിടെ ഉണ്ട്. ഞാൻ ബാക്ക് കണ്ടോ? ആന്ന് മോളെ, അത് രണ്ടാമത്തെ കേട്ടോ. നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്ത് കാണിച്ച ആദ്യത്തെ ആയിരുന്നു, ഇത് രണ്ടാമത്തെ. എന്നിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട് മൂന്നാമത്തെ. ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് ഈ ഒരു പാർക്കിനകത്ത് തന്നെ കളിക്കാനായിട്ട് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. അവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ടല്ലേ. വെയിൽ പോയപ്പോൾ എന്ത് സുഖം. ആരാ ഇത് ഓടുന്നേ? എന്തോ സംഭവം? ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടുന്നുണ്ട് കേട്ടോ. അവരെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് അവിടെ നിന്ന് കാണുന്നത്. നമ്മൾ ഇഷാനിയുടെ ബർത്ത്ഡേക്ക് ഇവിടെ കേക്ക് കട്ടിയണമെന്ന് വിചാരിച്ചാ അല്ലേ ചാ? നമ്മൾ ഇഷാനിയുടെ ബർത്ത്ഡേക്ക് ഇവിടെ കേക്ക് കട്ടിയണമെന്ന് വിചാരിച്ചില്ലയോ? നടന്നില്ല, ഒറ്റ സമയവും ഇല്ലായിരുന്നു. പിന്നെ കേക്ക് അവിടെ നിന്ന് ഇവിടം വരെ ഈ ചൂടെ തലിഞ്ഞു പോകുന്നുള്ള ഒരു ഇതും. അവരവിടെ കേക്ക് കട്ടിയോ, ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങാ. ഇതുകൊണ്ട് ഇവിടെ മൂന്നാമത്തെയാണ് ഈ കാണുന്നത്. രണ്ടാമത്തേത് ഇവിടെ കുറച്ചുകൂടെ അടുത്ത് കാണാം. ഈ ഒരു പാർക്കിനകത്ത് തന്നെയാണ് കേട്ടോ ഈ 2-3 സെറ്റായിട്ട് കാണുന്നത്. ഇവിടെ അടുത്തത് ഇതാണ്. നമ്മൾ ഈ പാർക്കിലൊരു മലയുണ്ടെന്ന് പറഞ്ഞത്. തീവണ്ടി വർക്കിംഗ് അല്ല, പോത്തില്ലെന്ന് പറഞ്ഞതേ പോന്നെയോ? ആണോ? പക്ഷെ ആളൊന്നും ഇല്ല കേട്ടോ, അവർ കയറ്റുന്നില്ലായിരിക്കും ആരെയും. ശരിയാക്കിയിട്ട് നോക്കുമായിരിക്കും, അതായിരിക്കും സംഭവം. പോകുന്നുണ്ട് ഇവരാന്നേ, ഏത് വഴി പോയാലും ഇവർ കണ്ടുപിടിക്കുന്നുണ്ടത്.
അതാണ് മല. ആ മലയിൽ ഞങ്ങൾ അന്ന് കയറിയതാണ്. അന്ന് ഇവിടെ കയറിയതായിരുന്നു കേട്ടോ. ഈ പാർക്കിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് അന്ന് ബോൾ കണ്ടായിരുന്നു. നിഷാനയുടെ ബർത്ത്ഡേക്ക് നമ്മൾ ടോയ് ഒന്നും വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. അതെ ആ സൈഡിൽ, അതെ അവിടെ തന്നെ, ആ മലയുടെ അവിടെ കയറിയാ ഇറങ്ങുന്ന സൈഡിലായിട്ടേ അവിടെ കുറച്ച് ആളുണ്ട് ഇപ്പം. അവിടെ ഐസ്ക്രീം, ടീ, ഫുഡ് ഐറ്റംസ്. അപ്പോൾ അവിടെ ഞങ്ങളന്ന് ബോളും കുറേ ടോയൊക്കെ കണ്ടായിരുന്നു. അന്ന് ഇവർക്ക് ഈശാനയുടെ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഈശാനയുടെ ബർത്ത്ഡേക്ക് ഇവിടം വരെ വരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. നമ്മളന്ന് ഈ പാർക്കിലല്ല വന്നത്, റോള പാർക്കിലായിരുന്നു പോയത്. നാഷണൽ പാർക്കിൽ വരണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അന്ന് ഇതുപോലെ കിച്ചാക്കി നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. എന്തോ മോനെ. അപ്പോൾ എന്തായാലും ഇപ്പം ഇവിടുന്ന് ആ ബോൾ വാങ്ങിക്കൊടുക്കാം എന്ന് കരുതി പോവാം കേട്ടോ. ഇച്ച ഇപ്പം പറഞ്ഞ് വാങ്ങിക്കൊടുക്കാന്ന്. ആ കടയാത് മുട്ടന്മാർ. ഈ മലയിൽ അന്ന് കയറി കേട്ടോ. കയറുന്നോണൊക്കെ തിരിച്ചെന്നിട്ട് ഇച്ചാക്ക് ഉരുണ്ടിറങ്ങിയ മല അതിലേ ഇച്ചാ. സത്യം അന്ന് ഇച്ചാടെ പേഴ്സ് കൊടുത്ത് വാനി ഓടിയൊക്കെ ഓർമ്മയുണ്ടത്. മേടിച്ചോ ശരി, വാങ്ങിച്ചോ. താങ്ക് യു പറ, താങ്ക് യു പറ. തരും തരും ചേച്ചി, കൊച്ചു തരും. വാ, ചെരുപ്പ് താഴെയിട്ടിരി, ചെരുപ്പ് താഴെയിട്ടിട്ടോ. പാക്കറ്റ് ഇത് ആ കൊച്ചു കൊണ്ട് കൊടുത്ത്. പക്ഷേ ഈശാനി വാങ്ങിക്കാതെ ഓടിയായിരുന്നു. അപ്പോൾ ആ കൊച്ചു പുറകെ കൊണ്ടുവന്നു. അവസാനം ഞാൻ വാങ്ങിച്ചോന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത്. എന്നിട്ട് വാങ്ങിച്ചിട്ടേ ഇവാനിയെ കളിയാക്കുന്നു കേട്ടോ, കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പം നാണ് നമ്മൾ ആ ടോയ് വാങ്ങിച്ചു കൊടുക്കാൻ നന്ദി ഇവർക്ക് വാക്ക് കൊടുത്തിരുന്നതാ. ഇവിടെ വെയിലാണ് കേട്ടോ. അല്ലെങ്കിൽ മലയുടെ മുകളിൽ വലിഞ്ഞ് കയറാൻ പാടാ, ഇറങ്ങാൻ പിന്നെയും കുഴപ്പമില്ല, ഒറ്റ ഓട്ടത്തിന് താഴെ എത്തും. അല്ലെങ്കിൽ ഒന്ന് കിടന്നാൽ മതി, ഉരുട്ടിഞ്ഞ് താഴെ ഇറങ്ങാം. കയറുന്നത് ടാസ്കാ. വെയിലും ഉണ്ട്. ആ ട്രെയിൻ ഇതുവഴിയൊക്കെ പോകുന്നതാണോ ചോദിച്ചാൽ, അതോ വെള്ളം ഒഴിച്ചിടുന്നതാണോ ഇതിനകത്ത്? എന്ത് ഇവിടെ സംഭവം? ഇതൊന്നും വർക്ക് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല അന്നും. ഓ, ഇനി നടന്നാൽ തീരത്തിരുതോ? അപ്പുറത്തുണ്ടൊരു മല ഉണ്ടോ? അയ്യോ, നീ നടക്കാൻ വയ്യാതാ. ഇത് നമ്മളൊക്കെ ഒന്ന് ഒരു ദിവസം കൊണ്ട് വീഡിയോ എടുത്തൊന്നും തീരത്തതും ഇല്ല കേട്ടോ. തേണ്ടേ ടോയ്. ഇവിടെ ലൈറ്റ് എത്തുന്ന ബോളുണ്ട്. ഇതല്ല മോളെ, ഇത് നിങ്ങൾക്ക് നാട്ടിൽ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഉരുട്ടിക്കൊണ്ട് ഓടുന്നത്, ഉരുട്ടി ഉരുട്ടി കളിക്കുന്നതാണ്. പമ്പരം. ആഹാ, നമ്മുടെ ഉത്സവപ്പറമ്പിൽ പമ്പരമൊക്കെ ഇരിക്കും. നോക്കിച്ചാ ഏതിനെ ആണോ? അവിടെ ഒരു ബോളുണ്ടായിരുന്നു, അതൊക്കെ തീർന്നോ? ദൈവമേ, ആ ടോയൊക്കെ തീർന്നോ? അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ബബിളിരിക്കുന്നത്. പക്ഷെ അല്ല, ടോയല്ലേ അച്ഛാ. ആ അതെ, അവിടെ ആ ബോൾ. ലൈറ്റ് കത്തുന്നില്ലയോ? നോക്കേ, കുലിക്ക് നോക്കി വെച്ചു. ആ ലൈറ്റുള്ള ലൈറ്റുള്ള. ഹൗ മച്ച്? പിങ്ക്. മോക്കേതാ? ഷാനിക്കുട്ടിന് മോര് കളറാണോ? ആ കത്തുന്നു കത്തുന്നു. ഐസ്ക്രീം വേണോ? വേണോന്ന് ചേച്ചി, ഇവിടത്തെ ഐസ്ക്രീം വേണമെന്നൊക്കെ ചോദിച്ചാൽ വേണം. How much for this? 3. This one? Okay. How much for this? 10 dirhams, 5 dirhams. Okay. ഐസ്ക്രീം മേടിയിര്. അതില്ല മോളെ, ആ കോൺ മേടിയിര്. ഇത് മോക്കാന്ന് ഇഷ്ടപ്പെട്ടതാ കോണ്, മമ്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചതാ. എനിക്കും കോണ്. ഇച്ചാക്കേതാ? ഇത് ഞാൻ പിടിച്ചോളാം മോളെ ഐസ്ക്രീം കഴിക്കാൻ. ഇപ്പോഴല്ല, മമ്മ താഴെ ആ ടേബിളിൽ എടുത്തിരിക്കട്ടെ.
കോണ് നല്ല ചേച്ചാ. ഇത് നമ്മൾ അന്ന് ലുലുന്ന് കഴിച്ചതല്ലേ? കോണ് തന്നെ വാങ്ങിക്കും. മാംഗോ മേടിച്ചത്. ഓ ആയിക്കോട്ടെങ്കിൽ കോണ് തന്നെ എടുത്തോ. അതാ ഞാൻ പറഞ്ഞ കോണ് നല്ലതാ. വാ മോളെ ഇറങ്ങി, ഇവിടെ കയറി ഇരിക്കാം നമുക്ക്. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് ഇറങ്ങിക്കോ. അങ്ങനെ ചൂടത്ത് വന്നിരുന്നു ഐസ്ക്രീം, കോൺ ഐസ്ക്രീം. നിഷാനയുടെ ക്ലിപ്പും ബോയും ഒന്നുമില്ല കേട്ടോ. എന്തെല്ലാം തലയിൽ കുത്തി ഉണ്ട്. കള്ളം പറയില്ല. എന്ത് ചെയ്യുന്നിട്ട് ഇതാ നല്ല ചേച്ചാ. ഇതാകുമ്പോൾ ഒരു ബിസ്ക്കറ്റും ഉണ്ട് ഇതിനകത്ത് കഴിക്കാനായിട്ട്. നമ്മുടെ സ്ഥിരം പരിപാടിയായി. അന്ന് ഫുള്ള് ലൈവായിരുന്നു ഇവിടെ. വീഡിയോ എടുക്കണ്ടെന്നുണ്ടെന്ന് ഓർക്കുന്നോ? നമ്മൾ ഇവിടെ നന്ന ഐസ്ക്രീം കുടിക്കുമ്പോഴെല്ലാം ലൈവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തത് വീണ്ടും ഇറങ്ങി. ഇവിടെ അതിൻ്റെ അടിയിൽ എന്താ വെച്ചാൽ കുക്കയുടെ കണക്കൊക്കെ ഇവിടെ അന്ന് കയറിയതായിരുന്നു കേട്ടോ. ഈ മലയുടെ മുകളിൽ കയറിയായിരുന്നു. അപ്പോൾ നമ്മൾ കയറാത്ത, പക്ഷെ അവിടെ അത്രയും പൊക്കമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ അത്രയും പൊക്കമില്ല എന്തായാലും അല്ലേ കണ്ടിട്ട്. അതും എല്ലാവരും അടിയിൽ കൂടെ ഒക്കെ പോകാമായിരുന്നു. പക്ഷെ അത് ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കുന്നു. ഇവിടെയും പാർക്ക് പോലത്തെ എന്തൊക്കെയോ റൈഡുകളാണ് കേട്ടോ. പക്ഷെ ഒന്നും ഓപ്പൺ അല്ല. ഓ ഇത് ഞങ്ങളെന്നാ വലിയ പാർക്കിൽ പോയില്ല. അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ, ഈ കപ്പ് സോസറുമായിട്ടൊക്കെ ഉള്ളത്. എന്തേലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴേ ഓപ്പൺ ആകത്തോളായിരിക്കും. പക്ഷെ ഇപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ. നമ്മൾ വന്ന സമയത്ത് എന്തുവായിരുന്നു, ചൂടുകൊണ്ട് ഓടുമായിരുന്നു. ഇച്ചയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയണ്ട ഞങ്ങൾ അത്രയും നേരത്തെ ഇറങ്ങിയതല്ലേ. ഓ അത് കറങ്ങത്തില്ല മോളെ, വർക്കിംഗ് അല്ല ബാ, ഓപ്പൺ അല്ല. എവിടെ ചെന്നാലും പൂച്ചയ്ക്കൊരു കുറവില്ല. ഇത്രയും നടന്ന ദൂരം തിരിച്ച് നടക്കുന്ന കാര്യം ഇനി ഓർക്കുമ്പോഴാണ്. ഓ അവിടെയൊക്കെ ഉണ്ടോ? ഒറ്റ മലയല്ല അതോ, ആ സൈഡിൽ വലുതുണ്ട്. വലിയ മലതേ അവിടെ കണ്ടോ. അവിടെ ഇതിൽ നടക്കാൻ വേറെ സെപ്പറേറ്റ് നടപ്പാതെയും ഉണ്ട് അതിന്. ഈ മലയുടെ മുകളിൽ കയറിയിട്ട് ഞങ്ങൾ കാണിക്കാം. ഞങ്ങൾ അവിടെ നിന്ന് എന്തോരം ദൂരം ഇങ്ങോട്ട് നടന്നു. 2 ടോയ് ഉണ്ടായിട്ട് ഇനി അതിൻ്റെ പേര് കുറച്ച് നേരം നടക്കും. ഒരു ഉത്സാഹം എന്തോ ഓടി കയറുന്നു വാനിയ. നിശാനിക്കുട്ടാ ചേച്ചി ഓടി കയറുന്നു. ഇവ എത്ര പെട്ടെന്ന് അങ്ങെത്തി. അവരാദ്യം പോകുന്നേ നല്ലത്. ഇല്ലേ പിന്നെ പുറകെടുത്ത് കരയത്തില്ല. എന്തായാലും ഈശാനില്ലാതെ ഇല്ല ടോയ് ഉണ്ടായിട്ടോ കേട്ടോ. അത് ആട്ടി പോകുന്നുണ്ട്. ചായന്തേ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ഇച്ച അവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് എൻ്റെ വീഡിയോ പിടിക്കുവാണ് കേട്ടോ. ഞാൻ കയറി വരുന്നത്. ആണോ? ആ ലൈറ്റ് കത്തും മോളെ. അപ്പോൾ ദേ ഞങ്ങൾ നടന്നു വന്നത് കാണിച്ചു തരാം കേട്ടോ. അങ്ങുണ്ടോ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ നടന്ന് ഇങ്ങോട്ട് വന്നത്. അല്ല നമ്മൾ നിന്നത് ആ സൈഡിലാണ് കേട്ടോ. ഇവിടെ നോക്കി നിൽക്കുമ്പോൾ മനസ്സിലാവും. സെൻറ്ററിൽ കണ്ടോ, ഇതിൻ്റെ അങ്ങറ്റമാണ് ഇതിൻ്റെ ഫ്രണ്ട്. അതായത് ഇവിടെ ഇതിനകത്തൂടെ അങ്ങ് നേരെ നടന്നാൽ കുറേ അങ്ങ് നടന്നാൽ ഫ്രണ്ട് എത്തും. ഒരുപാട് ലോങ്ങാണ്. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുക. ഇതാണ് കേട്ടോ ഇവിടുത്തെ പാർക്കിൻ്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത്. കണ്ടോ ഇങ്ങനെ കിടക്കും, ചുറ്റപ്പെട്ട് കിടക്കും. നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും നടന്നു കയറത്തില്ല. രണ്ട് മിനിറ്റ്. അയ്യോ അത് ഒരുപാട് താഴെയായി പോയി. ഇപ്പോൾ ഒരു ഓടിക്കളിച്ച് കുഴഞ്ഞൊരു പ്രശ്നമുണ്ട് കേട്ടോ. തിരിച്ച് നടക്കാൻ പാടായിരിക്കും. കുറേ ടൈമായിട്ട് കളിക്കുന്നു ഇവിടെ.
അതുകൊണ്ട് സ്വന്തമായിട്ട് എടുത്ത് കളയുന്നത്. ലൈറ്റ് കത്തിക്കുമല്ലേ? എന്നാണ് ഇച്ചയ്ക്ക് അറിയാൻ എടുത്തോണ്ട് കൊടുക്കുന്നത്. എങ്ങനായാലും ദോ പോയി. എന്നിട്ട് അവിടെ ഇന്നോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി വരുവാ. ഇഷാനി ഇവയുടെ കൂടെ അങ്ങ് ഇറങ്ങി കൊടുക്കിച്ച അങ്ങോട്ട് പോട്ട്. അവിടേക്കോ ഇഷാനി, ഞങ്ങൾ അങ്ങോട്ട് വരുവാ. ആ അത് അടിപൊളിയായി. നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അയ്യോ, ഞാൻ ബാഗിനകത്തിരുന്നില്ലേ വെള്ളം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മല ഇറങ്ങി തിരിച്ചു പോവാട്ടോ. ഇനിയിപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ലോങ് വീഡിയോ ആയി കാണും. സംഭവം ഞങ്ങൾ ഈ വഴിയല്ല വന്നതോ, ആ വഴിയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചു കൊടുത്തായിരുന്നു. ഇവിടെ നിന്ന് അങ്ങ് അറ്റത്ത് എത്തുമ്പോഴാണ് ലൈറ്റ് എത്തുന്നത്. ഉണ്ട് നിങ്ങൾക്ക്. ആ മോളേതാ ഇവിടെ വെള്ളം കിടക്കുന്നത്. ഇങ്ങോട്ട് മാറുക. ഇതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇത് കണ്ടോ, ഇവിടുന്ന് അങ്ങ് അറ്റത്തെത്തുമ്പോൾ ഇവിടുത്തെ ഫ്രണ്ടാവും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടു കാണുമല്ലോ. എന്താ വെച്ചാ ഹാ എല്ലാം ഒന്ന് തന്നെ മോളെ. ഇനി പ്രത്യേകിച്ച് എന്തുവാ പോയില്ല. അതിനകത്തില്ല കറങ്ങുന്ന സംഭവം ഉണ്ട്, അതായിരിക്കും. അപ്പായ്ക്ക് ഡ്യൂട്ടി ഉണ്ട് മോളെ. ആ വാടാമല്ലി ചെടി, നമുക്കവിടെ ചെടി വെക്കാനുള്ള ഓരോ ഓപ്ഷനും ഇല്ല. വാൽക്കളിയിലാണെങ്കിൽ തുണി നിർത്താൻ പോലും ഇടവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ അങ്ങ് എൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കമാണ് കേട്ടോ. അതെന്തുവാ ആനയുടെ തുമ്പിക്കയ്യോ? മോളെ പകൽ വെളിച്ചം പോലെ നിൽക്കുന്നെങ്കിലേ സമയം എത്രയായി? 7 മണിക്ക് 10 മിനിറ്റില്ലേ? കണ്ടാ പറയും അന്തരീക്ഷം. ഓക്കെ, നമുക്ക് പോവാം മോളെ. അപ്പായ്ക്ക് നൈറ്റ് ഷിഫ്റ്റാ. ഞങ്ങളിതേ അതുവഴി ഇങ്ങോട്ട് നടന്ന് വരുന്ന വഴി ഇവിടെ വീണ്ടും റൈഡിന് കയറി. ഞങ്ങൾ ഇതിലൊരു റൗണ്ട് ചുറ്റി കേട്ടോ. നല്ല രസമായിരുന്നു. ആ സൈക്കിള് കൊള്ളാം. അത് കൊള്ളാം, അടിപൊളി. സൂമിങ് കിട്ടുമല്ലോ നല്ലപോലെ. പിള്ളേരതിൻ്റെ പുറകെ കിടന്ന് ഓടുന്നു. ഇനി ഇവിടുന്ന് അങ്ങ് അറ്റം വരെ നടന്നിട്ട് വേണം എത്താനായിട്ട്. നിങ്ങളിവിടെ ഓരോ വഴിയിൽ നിന്ന് പോകുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ 2-3 സൈഡിലായിട്ടാണ് ഇതുണക്ക് റൈഡുണ്ട്. അപ്പോൾ എല്ലായിടത്തും കയറി ഇറങ്ങി വരുവാ നിങ്ങൾ. മോളെ അപ്പോഴേക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഇനി ബ്ലോക്കൊക്കെ ആണെങ്കിൽ പോകാനും ബുദ്ധിമുട്ടാ. ഇതെടുത്തോ. അയ്യോ എന്നെ കറക്കണ്ട, ഞാൻ ഒന്ന് കറങ്ങിയതാ. ഈ ഒരു ഏരിയയിൽ ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയോ? ഗ്രില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതിന്റെ അടിയിൽ കനൽ സെറ്റ് ചെയ്യില്ലയോ? പാത്രത്തിനകത്തോ? അയ്യോ, ഇതിന്റെ അടിയിലൊരു ഹോള് പോലെ ഉണ്ടല്ലേ, അടിയിൽ ഇതിട്ടാ. വെയിലിന്റെ ഒരു ചൂടുണ്ട് ചെറുതായിട്ട്. കഴിഞ്ഞ വട്ടം നമ്മൾ ഈ പാർക്കിൽ കയറിയപ്പോൾ ഒരു ടീംസ് അത് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? അവിടെ ഉണ്ട്, ഇവിടെ അല്ല. ഈ നമ്മൾ ഈ ഒരു ഏരിയ കൂടെ പോയെങ്കിൽ ഇതെല്ലാം കാണാറ്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരുന്നു പോയത് കേട്ടോ. ആ അപ്പുറ സൈഡും ഉണ്ട്. അതെ, ഫുൾ സെറ്റപ്പാണ്. 2 തറംസേ ഉള്ളൂ കേട്ടോ പെർ പേഴ്സൺ അല്ലേ? പിള്ളേർക്ക് ഫ്രീ അല്ലേ? അത് ഒരു നഷ്ടവും ഇല്ലാത്തൊരു ഇതാണ്. രാവിലെ അങ്ങോട്ട് തുറക്കുകയും ചെയ്യും. ഇതിൽ രാവിലെ 9 മണിക്കാണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഓപ്പണിങ്. അപ്പം 2 തറംസ് കൊടുത്ത് കയറി. ഈ വെയിലാകുമ്പോൾ ഒട്ടും പറ്റത്തില്ല. തണുപ്പിനൊക്കെയാണ് രാവിലെ വന്ന് ഇങ്ങനെ ഇരിക്കുക. ഈ ഒരു സമയത്തൊക്കെയാണ് സത്യത്തിൽ വരേണ്ടത്. പക്ഷേ ഇച്ചാക്കി നൈറ്റ് ഷിഫ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങ് വരെ നടക്കാനുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ നടന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇത്രയും നടന്നിപ്പം. ഇനി ഇവിടെ നിന്ന് അങ്ങ് വരെ നടക്കണം. അതാ
ഫസ്റ്റ് നമ്മൾ വന്ന സമയത്ത് ഒരു റൈഡിൻ്റെ അവിടെ കാണിച്ചില്ല. അതാണ് ദേ അങ്ങ് കേട്ടോ. അത് ദേ അങ്ങ് കിടക്കുവാണ്. അതായത് ഇനി അത്രയും നടക്കണം. ഇവിടെ കുഴഞ്ഞ് രണ്ടുപേരും നടന്ന് വെള്ളം കുടിക്കാൻ പോകുന്നു. എനിക്കൂടെ നമ്മൾ വന്ന സമയത്ത് ചൂടും വെയിലും കാരണം ഇവിടെ ആരുമില്ലായിരുന്നു. ഞങ്ങളിപ്പം തണലായിപ്പോൾ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ എല്ലാവരും വരും. നമ്മൾ ചൂടത്ത് വരും, തണലത്ത് പോവും. ചുമ്മാതാണ് കേട്ടോ. ഡ്യൂട്ടി ഷിഫ്റ്റിൻ്റെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ. കുഴഞ്ഞ് വാരി തെറ്റി ഞങ്ങളാ വന്നയാ കേട്ടോ. ഇത്രയും ദൂരമുള്ള ഞങ്ങളിപ്പോൾ നടന്നത്. ഇന്നിനി വേറൊരു എക്സർസൈസും വേണ്ട. നോ ഡയറ്റ്, നോ എക്സർസൈസ്. കഴിച്ചതെല്ലാം ദഹിച്ചും പോയി. ഷാർജ മുനിസിപ്പാലിറ്റി. ഇപ്പൊ വരണം ഇല്ലേ? ആ ഓ കിണ്ണ കാച്ചിയ കളർ അടിപൊളി അടിപൊളി. കിളികളുടെ ഒരു സൗണ്ട് കണ്ടോ? നല്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. അതെ ട്രെയിനിൽ തുടങ്ങി ട്രെയിനിൽ അവസാനിച്ചു. ഇന്ന് പക്ഷേ ഇതിനകത്ത് കയറാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പോയി കിട്ടി. ഇന്ന് ഇതിനകത്ത് കയറാൻ പറ്റിയില്ല. മേ ബി നെക്സ്റ്റ് ടൈം. അപ്പോൾ ഓക്കെ ബൈ. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം എല്ലാവരും. ഇപ്പോഴാണ് ഫ്ലൈറ്റ് വരണമല്ലേ ചാ?